അപ്പോ ഈ ചിന്തകളാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചിന്തകൾ നമുക്ക് അസുഖങ്ങളിലേക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത്? അതെ. അപ്പൊ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു നമുക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പോസിറ്റീവ് ഇമോഷൻസും ഉണ്ട്, നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്. നമ്മള് ശരിക്കും പറഞ്ഞാല് കൂടുതലും നമ്മുടെ ഉള്ളില് നമുക്കിപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിലെ നല്ലതിനെ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ എനർജി കുറച്ച് സ്ട്രോങ് ആയിരിക്കും. ഞാൻ അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇപ്പോ ഒരു ടൂറ് നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. നമുക്ക് ആ സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ആ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻസ് എല്ലാം അങ്ങനത്തതായിരിക്കും, തോട്ട്സും അതിനെ പറ്റിയായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പല അസുഖം, ഇപ്പൊ അലർജി ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആ സമയത്ത് ആ പ്രോബ്ലംസ് ഒന്നും വരില്ല. ആ സമയത്ത് നമ്മൾ ഹാപ്പിയാണ്, നമ്മളെ ഒന്നും എഫക്ട് ചെയ്യത്തില്ല. അതേസമയം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ ഒന്ന് പോയി നോക്കിക്കേ, അപ്പൊ നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ടാവും. അവിടുന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് എത്രത്തോളമാണ് നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ചിന്തകള് നമ്മുടെ ആരോഗ്യത്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ ഒരു പരിധി വിട്ട് അസുഖങ്ങളിൽ ഇങ്ങനെ ഇപ്പൊ എനിക്ക് വയ്യാന്ന് നമ്മളൊരു 10 തവണ പറഞ്ഞാൽ തന്നെയും സ്വാഭാവികമായിട്ട് നമുക്ക് വയ്യാണ്ടാവും. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോ ഡയബറ്റീസിന് ഒരു സാധ്യത ഉണ്ട്, വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് പറഞ്ഞു എന്നിരിക്കട്ടെ, അവരതിനെപ്പറ്റി ഒരു പരിധി വിട്ട് കൂടുതലായിട്ട് എനിക്ക് അസുഖം വരും, എനിക്ക് ഇതാണെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ അസുഖം കൂടാനാണ് സാധ്യത, കുറയുമല്ല ചെയ്യുന്നത്. അതേസമയം ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, എന്ത് അസുഖം ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു നെവർ മൈൻഡ് ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഈ നെവർ മൈൻഡ് ആയിട്ട് നമ്മൾ നിൽക്കാന്ന് പറയുമ്പോൾ തന്നെ കുറെയൊക്കെ നമ്മുടെ എനർജി സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന അസുഖങ്ങൾ പോലും ഒരു പരിധി വിട്ട് അങ്ങ് മാറി നിൽക്കും. കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജമണ്ഡലത്തിന് സ്വയം സുഖപ്പെടുത്തുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് നമുക്ക് ജനിക്കുമ്പോഴേ നമ്മുടെ ബോഡിയിലുള്ള ഒരു കപ്പാസിറ്റിയാണ് ഈ സ്വയം സുഖപ്പെടുത്തുവാനുള്ള കഴിവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളില് കുറച്ച് ഡിസ്ട്രക്റ്റീവ് തോട്ട്സ്, അതായത് അതിലെ ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ സെൽഫ് ക്രിറ്റിസിസം. നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഉള്ളില് നമ്മള് അത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ എന്നൊക്കെയുള്ളൊരു സെൽഫ് ഡൗട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കുറ്റപ്പെടുത്തി ഞാൻ അങ്ങനെയാണോ എന്നൊക്കെ ഒരു ചിന്ത നമ്മളെ വരും. അപ്പൊ ഈ ഒരു ചിന്ത ശരിക്കും ഡിസ്ട്രക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ബോഡി വീക്ക് ആക്കും. അതിനനുസരിച്ച് ഈ പറഞ്ഞതുപോലെ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പതിയെ നമുക്ക് വന്നു തുടങ്ങും.